രഘുബീർ സിംഗ്. രഘുബീർ സിംഗ് CPM പഞ്ചാബിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. വളരെ പ്രമുഖനായ, ജീവനക്കാരുടെയിലും കൃഷിക്കാരുടെയിലും എല്ലാം വലിയ സ്വാധീനമുള്ള, ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് കോമ്രേഡ് രഘുബീർ സിംഗ്. കോമ്രേഡ് ചന്ദ്രശേഖർ രണ്ടാമത് മലയാളിയെ പോലെ ഇരിക്കും. ഇവിടെ പല പ്രാവശ്യവും കേരളത്തിൽ മുൻപ് വന്നിട്ടുണ്ട്. അത് പഞ്ചാബിലെ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഒരു ഡസൻ വർഷത്തിലേറെക്കാലം പ്രവർത്തിച്ചിരുന്ന സഖാവാണ്. ഇപ്പൊ ആ സഖാവ് അതിൽ നിന്ന് പുറത്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ മുഴുവൻ CITUവിനെ കൊണ്ടായിക്കോട്ട് പുറത്തു വന്നത്. കോമ്രേഡ് ചന്ദ്രശേഖർ. സഖാവ് ഞാൻ സദാനന്ദൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സഖാവ് PS ഗംഗാധരൻ, നമ്മുടെ പ്രിയപ്പെട്ട PS, ഏലൂരിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. സഖാവ് അപ്പുകുട്ടൻ മൂവാറ്റുപുഴ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ ഫലമായി എല്ലാ സീറ്റും CPM ജയിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ മൂവാറ്റുപുഴ മാത്രം CPM തോറ്റു. അപ്പൊ ഇത് പേരെടുത്ത് പറയാതിരിക്കുന്നത് ശരിയല്ല. ഈ പ്രാവശ്യം മൂവാറ്റുപുഴ മുനിസിപ്പൽ ഇലക്ഷനും മത്സരിച്ചു. മുനിസിപ്പൽ ഇലക്ഷന് മത്സരിച്ചതിന്റെ ഫലമായി സ്ഥിരമായി CPM ജയിച്ചിരുന്ന സ്ഥലത്ത് CPM തോറ്റു. അതിനെ തുടർന്ന് ഗുണ്ടകളെ അയച്ച് സഖാവിന്റെ വീട് CPM ഗുണ്ടകൾ ആക്രമിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തെ ഭയപ്പെടുത്തി പ്രവർത്തനത്തിൽ പിന്മാറ്റാൻ കഴിയുന്ന വ്യാമോഹം കൊണ്ടാണ്. പക്ഷെ സംഭവിച്ചത് കൂടുതൽ ദൃഢചിത്തനായി ഈ പ്രസ്ഥാനത്തിന്റെ പടയാളിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പരിണിത ഫലമായി വന്നത്. സഖാവ് രാജൻ മലയാളിയല്ല. അദ്ദേഹം തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ CPM പ്രവർത്തകനായിരുന്നു. അവിടുത്തെ ജില്ലാ നേതാവായിരുന്നു. മാർത്താണ്ഡം, കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം പ്രദേശത്ത് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവാണ് സഖാവ് രാജൻ. നമ്മുടെ ഈ കഴിഞ്ഞ 2-3 ദിവസമായുള്ള ഡെലിബറേഷൻസിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ മറ്റ് സഹപ്രവർത്തകരോടൊപ്പം ഒത്തുചേർന്ന് ഇവിടെ സന്നിഹിതനായിരുന്നു. രാജൻ. അടുത്തത് രാജൻ, M. രാജൻ, VTREMS ജനകീയ വേദിയുടെ ഏറ്റവും കരുത്തനായ, ആശയ വ്യക്തത കുട്ടിക്കുന്ന, നിസ്വാർത്ഥ പ്രവർത്തനത്തിന് ഉടമയായിട്ടുള്ള സഖാവാണ് സഖാവ് M. രാജൻ. നേരത്തെ പരമേശ്വര പോറ്റിക്ക് മുൻപ് കരുനാഗപ്പള്ളിയിൽ CPIMന്റെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. അഡ്വക്കേറ്റ് E. ജോർജ് CPMൽ ദീർഘകാലം കന്യാകുമാരി ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും CPMന്റെ പ്രവർത്തനം വളരെ ദുസ്സഹമായതിനെ തുടർന്ന് അതിൽ നിന്ന് മാറി CPIയിൽ ചേരുകയും CPIMന്റെ ഒരു തടവുപുള്ളി മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതും വിടുകയും ഒപ്പം തങ്ങളുടെ സഹപ്രവർത്തകരെ എല്ലാം പുറത്തു കൊണ്ടുവന്ന് ഏതാണ്ട് 10,000-ത്തിലധികം തൊഴിലാളികളെ സംഘടിപ്പിച്ച് തമിഴ് കമ്മ്യൂണിസ്റ്റ് പേറുവായി എന്ന പേരിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. VTREMS ജനകീയ വേദി ദേശീയ തലത്തിൽ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ അറിഞ്ഞുകൊണ്ടിരുന്നു. പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് പുതുതായി ഉണ്ടാകാൻ പോകുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചേരാൻ തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് കന്യാകുമാരിയിലും മധുരയിലും ട്രിച്ചിയിലും എല്ലാം നിരവധി ബന്ധങ്ങളും സ്വാധീനങ്ങളും ഉള്ള നേതാക്കന്മാരാണ് അഡ്വക്കേറ്റ് E. ജോർജ്. ജഗ്മൽ സിംഗ് ഹരിയാനയിലെ CPM നേതാവാണ്. ഹരിയാനയിലെ കോമ്രേഡ് ബൂട്ടാ സിംഗ് ഹരിയാനയിൽ നിന്നുള്ള കോമ്രേഡാണ്. അസാമിനോട് കൈയില്ല, ഒരു കൈ മാത്രം.
സഖാവ് നേശമണി കന്യാകുമാരിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സീനിയർ ലീഡറാണ്. പുറകില് കന്യാകുമാരിയിലാണെന്നുണ്ടെങ്കിലും മലയാളിയായിട്ടുള്ള അവിടെ മലയാളം അറിയാം കോമ്രേഡ് ബാഹുലെ കന്യാകുമാരിയിൽ. ബാക്കി ഞങ്ങളോടൊപ്പം ഈ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്ന പലരും നേരത്തെ തിരിച്ചു പോയിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ബെഫിയുടെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കോമ്രേഡ് രേവണ്ണ ഈ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ച് പോയി. അദ്ദേഹവും കർണാടകത്തിന്റെ പ്രധാന നേതാവെന്ന നിലയ്ക്ക് CPIയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. ബാംഗ്ലൂർ ജില്ലയിലെ സെക്രട്ടേറിയറ്റ് മെമ്പറുമായിരുന്നു. ബാംഗ്ലൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറുമായിരുന്നു കോമ്രേഡ് രേവണ്ണ. ഇവിടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കോമ്രേഡ് ഹരാധൻ റോയ് ഇന്നലെ എല്ലാം ടെലിഫോണിൽ കൂടി ബന്ധപ്പെടുന്നുണ്ട്, മെസ്സേജും അയച്ചു തന്നിട്ടുണ്ട്. ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും ഉള്ള ട്രെയിനുകൾ വരേണ്ടത് വിശാഖപട്ടണം വഴിയാണ്. വിശാഖപട്ടണത്തിൽ കൂടിയുള്ള ട്രെയിൻ യാത്ര കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി മുടങ്ങിക്കിടക്കുകയാണ്. കനത്ത മഴയിൽ റെയിൽ പാളങ്ങൾ ഒലിച്ചു പോയതിനെ തുടർന്ന് ആ വഴി ഗതാഗതം ഇപ്പം ഇല്ല. ഉടനെ പുനഃസ്ഥാപിച്ചേക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. വിജയവാഡ വഴി വരുന്നത് തന്നെ ഇപ്പൊ വിജയവാഡ വഴിയില്ല. ഇവരെല്ലാം ഡൽഹിയിൽ നിന്ന് വരുന്നത് ബോംബെ കൊങ്കൺ വഴിയാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റ് വടക്കിഴക്കൻ പ്രദേശത്തുള്ളവർക്ക് അത് വരാൻ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതിനും തിരിച്ചു പോകുന്നതിനും ഒക്കെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതൊക്കെ ഇന്നും ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങളെടുത്ത തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായി അംഗീകരിക്കുകയും അതിലെല്ലാം അതീവ ആഹ്ലാദം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഇവിടെ സന്നിഹിതമാണ് എന്നുള്ളത് ഇവിടുത്തെ സദസ്സിനോട് അറിയിക്കണമെന്ന് പ്രസിഡന്റ് കോമ്രേഡ് MK പാന്തയും ജനറൽ സെക്രട്ടറി ഹരാധൻ റോയിയുമാണ്. അദ്ദേഹം ആ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ച് തൊഴിലാളികളെല്ലാം അവിടുന്ന് CPIന്റെ പ്രസ്ഥാനത്തെ തൊഴിലാളികളെല്ലാം മാറ്റി പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി കൽക്കരി മേഖലയിൽ 7 സംസ്ഥാനങ്ങളിലെ കൽക്കരി തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുത്തിപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. BJRMSAKG ജനകീയ വേദിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആശയവിനിമയം കഴിഞ്ഞ 4 വർഷമായി അയാൾ നടത്തി വരികയാണ്. ആ സഖാവ് പശ്ചിമബംഗാളിൽ പൊതുവിൽ ആദരണീയനായ ഒരു കോമ്രേഡാണെന്നുള്ളതിനാൽ 82 വയസ്സ് കഴിഞ്ഞു. വളരെ ആദരണീയനായ നേതാവായതിനാൽ അദ്ദേഹം ഇനിമേൽ എനിക്ക് CPI മെമ്പർഷിപ്പ് വേണ്ടാന്ന് സ്വമേധയാ തീരുമാനിക്കുകയും കാക്കാബാബുവിനൊപ്പം, കാക്കാബാബു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച നേതാക്കന്മാരിൽ പെടുന്നതാണ് കാക്കാബാബു. മുസാഫർ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന് ശരിക്കും പറയുന്നത്. മുസാഫർ അഹമ്മദ് കാക്കാബാബു. ആ കാക്കാബാബുവാണ്, മുസാഫർ അഹമ്മദാണ് ഈ ഹരാധൻ റോയിയെ പാർട്ടി മെമ്പറായി ചേർത്തത്. ആ ഹരാധൻ റോയ് ജ്യോതി ബാസുവിനോട് പറഞ്ഞു, ബുദ്ധദേവനോടും സംസ്ഥാന സെക്രട്ടറി അനിൽ വിശ്വാസിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സങ്കല്പങ്ങളുണ്ട് പാർട്ടിയെ കുറിച്ച്. ആ സങ്കല്പം വളരെ മോശമാകുന്ന സന്ദർഭത്തിലായിരുന്നു അവിഭക്ത പാർട്ടിയിൽ നമ്മളെല്ലാം CPIയുമായിട്ട് മാറിയത്. എന്നാൽ ആ CPIയും ഇന്ന് അവിഭക്ത പാർട്ടിക്ക് ഏറ്റ ആ മങ്ങലിനേക്കാൾ എത്രയോ നിറമങ്ങിപ്പോയി. അതുകൊണ്ട് CPIന്റെ ഒരു മെമ്പറായി തുടരുന്നത് ഒരു അപമാനമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. ബുദ്ധദേവ്, ജ്യോതി ബാസു, അനിൽ വിശ്വാസ് മാറി ആ സഖാവിനോട് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചു, നിങ്ങൾ വേറെ ഇപ്പൊ പ്രായം കൊണ്ട് വലിയ ആക്ട് ചെയ്യേണ്ട, പക്ഷെ ഞാൻ തുടരുത്, ദൈവത്തിനകത്ത് നിലനിൽക്കരുത് എന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചിട്ടും ആ നിശ്ചയ സുദൃഢമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലുള്ള BJRMSAKG ജനകീയ വേദിയുമായും പഞ്ചാബിലെ CPM പഞ്ചാബുമായും അതുപോലെ തന്നെ യാൽപുരി നയിക്കുന്ന പ്രസ്ഥാനവുമായും എല്ലാം യോജിച്ചുകൊണ്ട് ഇന്ത്യയിൽ പുതിയ വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി CPIയുമായി ഇനിമേൽ ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരാധൻ റോയി രംഗത്ത് വന്നു.